63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. കൗമാര കലാമാമാങ്കം അനന്തപുരിയിൽ പുരോഗമിക്കുകയാണ്. 15ാം വേദിയായ കബനിയിൽ മംഗലം കളി തുടരുന്നു. അവിടെ നിന്നും നമ്മുടെ പ്രതിനിധി മനോജ് ചേരുകയാണ്. മനോജ്, തത്സമയ വിവരങ്ങൾ. തീർച്ചയായും അങ്ങനെ കലാമാമാങ്കം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കബനിയിൽ ഇപ്പോഴും മംഗലം കളിയും തുടരുകയാണ്. ആവേശവും നമുക്ക് കാണാം. അതിനു മുമ്പിൽ തന്നെ ഇനി പങ്കെടുക്കാനുള്ള ടീമുകളൊക്കെ അങ്ങനെ സജ്ജമാണ്. ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പരിശീലനമൊക്കെ കഴിഞ്ഞ് ആ പരിശീലകനോടൊപ്പമാണ് ഇവിടെ എല്ലാ ടീം അംഗങ്ങളും ഇരിക്കുന്നത്. എന്തായാലും എത്രത്തോളം ഉണ്ട് ആവേശം? കപ്പടിക്കാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ ആ വേദിക്ക് മുന്നിൽ പരിശീലനമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി വേദിയിലേക്ക് കൂടെ പോവാം. വേദിക്ക് അരികിലായി അടുത്ത ടീം അംഗങ്ങളും കാത്തു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വേദിയിൽ ഇപ്പോൾ ഈ മംഗലം കളി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാണികളും അങ്ങനെ ഒരുപാട് പേർ ഈ മംഗലം കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർക്കൊക്കെ ഇത് പുതിയൊരു അനുഭവം കൂടെയാണ്. കാരണം ഇന്ന് കബനിയിൽ രചിച്ചത് ചരിത്രമാണ്. കാരണം ഇത്രയധികം ഈ ഗോത്ര കലാരൂപങ്ങളെ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തി ഈ മംഗലം കളിയോടുകൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വേദിയിൽ നമ്മൾ കാണുന്നത് ഓരോ സംഘങ്ങളും ഇങ്ങനെ മംഗലം കളി അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. കാണികളും അങ്ങനെ ഇരിക്കുന്നുണ്ട് ആ മംഗലം കളി കണ്ടുകൊണ്ട്. അതോടൊപ്പം തന്നെ ആ മംഗലം കളിയുടെ പ്രത്യേകത കൂടെ നമുക്ക് മനസ്സിലാകും. ആ വേഷവിധാനങ്ങളും അതോടൊപ്പം തന്നെ അതിലെ ആ മറ്റ് അവതരണ രീതിയും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ആ ഒരു പഴമയുടെ തനിമ നമുക്ക് അറിയുവാൻ സാധിക്കും. എന്തായാലും കാണികളൊക്കെ അങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. കാണികളിലേക്ക് കൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. അവരൊക്കെ അങ്ങനെ ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടേക്ക് അനന്തപുരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ചേട്ടാ, ആസ്വദിക്കുകയാണ് മംഗലം കളി. ആദ്യമായിട്ടാണോ മംഗലം കളി കാണുന്നത്? ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് ആ ഒരു അനുഭവം? ഇത് ആദ്യമായിട്ട് കാണുന്ന വളരെ മനോഹരമായ കളിയാണ്. ഇതുവരെ നമ്മുടെ ഗോത്ര മേഖലയിലെ കളികൾ നമുക്ക് കണ്ടിട്ടില്ല. അത് കാണാനും അവരെ ആചാരങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു നല്ലൊരു മേഖലയായിട്ട് ഇത് കണ്ടെത്തുകയാണ്. നേരത്തെ സ്കൂൾ കലോത്സവത്തിനൊക്കെ പോയി അങ്ങനെ ആ ഒരു ആവേശമൊക്കെ ഇപ്പോഴും ഉണ്ട്? ഇപ്പോൾ ഉണ്ട്. അതേ ആവേശമുണ്ട്. ആ പഴയ കലകളൊക്കെ തിരിച്ചു വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ആവേശം നമുക്ക് കാണുന്നുണ്ട്. എന്തായാലും ആസ്വദിക്കാൻ തന്നെയാണ് അങ്ങനെ ഇരിക്കുക. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നതാണ്. വയനാട്ടിലെ എസ്കെഞ്ചൊരു ടീമിൻ്റെ കൂടെ വന്നതാണ്. ഇന്ന് രാവിലെ വയനാട് വെള്ളാർമലയുള്ള വിദ്യാർത്ഥികളാണെന്ന് സംഘനൃത്തമൊക്കെ അവതരിപ്പിച്ചത്. അപ്പോൾ ഒരു അതിജീവനത്തിന്റെ കലോത്സവം കൂടെയാണ്. അതെ, അതിജീവനത്തിന്റെ കലോത്സവം കൂടിയാണ്. ഒരുപാട് കുട്ടികൾ ഈ വർഷം കലോത്സവത്തിലേക്ക് വന്നിട്ടുണ്ട് പങ്കെടുക്കാൻ വേണ്ടി, മത്സരിക്കാനൊക്കെ. തീർച്ചയായും ചേച്ചി അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു അനുഭവമാണോ? അതെ, എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് കാണാൻ വന്നതാ. ആദിവാസി നൃത്തത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് കാണാൻ വന്നതാ. കുട്ടികളോടൊപ്പം നമ്മളും അങ്ങ് ആ ഒരു കലോത്സവത്തിന്റെ ഭാഗമാകുകയാണ്. അതെ, ഉറപ്പായും. എവിടുന്നാ എത്തിയത്? എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്ത് വീണ്ടും, അതായത് നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുണ്ട്. അപ്പോൾ 2015 ഇത് രണ്ടാമത്തെ പ്രാവശ്യം. അന്ന് ആദിവാസി നൃത്തം ഇല്ലല്ലോ. ആദ്യമായിട്ടാണ് ഈ ആദിവാസി നൃത്തം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് താല്പര്യത്തോടെ കാണാൻ വന്നേ. തീർച്ചയായും അങ്ങനെ ഓരോരുത്തരും ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ നമ്മളോട് പ്രതികരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? പണ്ട് പഠിക്കുന്ന കാലത്തിൽ? ഉണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഈ സംസ്ഥാന തലത്തിലൊക്കെ പോയിട്ടുണ്ടോ? എങ്ങനെയാ? അവിടെ വരെ എത്തിയിട്ടില്ല, എന്നാലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന തലത്തിലെത്തിയ മിടുക്കന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ മോള് പങ്കെടുക്കുന്നുണ്ട്, വയനാട്ടിലെ സ്കൂളിൽ നിന്നാണ്. അപ്പോൾ വയനാട് നിന്ന് കുറേയധികം കുട്ടികൾ ഇത്തവണ കലോത്സവത്തിലാണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ ഗോത്രവർഗ പരിപാടികളെല്ലാം നമ്മുടെ സ്കൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. തീർച്ചയായും ഒരു പുതിയൊരു അനുഭവം പലർക്കുമുണ്ട്. അതോടൊപ്പം തന്നെ പ്രായഭേദമന്യേ എല്ലാവരും ഇത്തരത്തിൽ ആസ്വദിക്കുവാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൊച്ചുമക്കളുടെ ആ ഒരു നൃത്തവും ആ ഒരു പാട്ടൊക്കെ കാണാൻ എങ്ങനെയുണ്ട്? പഴയ ഒരു കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ട്. പിള്ളേരല്ലേ, മോളുടെ മോളാണ്. അവരുടെ പരിപാടി കാണാനാണ് വന്ന. എറണാകുളം ജില്ലയിലാണ് അവൾ. എറണാകുളം സ്കൂളിൽ നിന്ന്. പണ്ടെങ്ങനെ അമ്മയ്ക്ക് കലയോടൊക്കെ താല്പര്യമുണ്ടോ? ഉണ്ട്. പാട്ടൊക്കെ പാടുമോ? പാട്ടൊക്കെ പാടാൻ ഇപ്പോൾ ഒന്നും പറ്റുമൊന്നുമില്ല, മേല. അപ്പോൾ അവരും അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അത് തന്നെയാണ് ഈ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് കബനി നദി എന്നുള്ള പേര് ഈ വേദിക്ക് നൽകിയിട്ടുള്ളത്. ആ വേദിയിലാണ് ഇവിടെ ഓരോരുത്തരും അങ്ങനെ ഈ കലയെ ആസ്വദിച്ചുകൊണ്ട്, ആ ഗോത്രകലകളെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. അവരൊക്കെ അങ്ങനെ കൊച്ചുകുട്ടികളും അതോടൊപ്പം തന്നെ വയസ്സേറെയുള്ളവരും ഒക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും ഈ കല അങ്ങനെ കലാമാമാങ്കം തുടരുമ്പോൾ ആ ഒരു ആവേശം നമ്മുടെ എല്ലാവരിലേക്ക് എത്തുകയാണല്ലേ? അതെ. പണ്ടൊക്കെ എങ്ങനെയാ കലോത്സവമൊക്കെ കാണാൻ പോകാറുണ്ടോ കുട്ടികളോടൊപ്പം? അത്യാവശ്യം, അല്ല അങ്ങനെ ധൈര്യമില്ല, അത്യാവശ്യം പോകാറുണ്ട്. അപ്പോൾ കലാവാസന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ആസ്വദിക്കാം.
അപ്പോൾ ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് കൂടുതൽ പേരും ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. എങ്ങനെ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. ആദ്യമായിട്ട്. എങ്ങനെ കണ്ടപ്പോൾ എന്ത് തോന്നി? അടിപൊളി. അടുത്ത തവണ വേദി കയറുമോ? പഠിക്കുന്നുണ്ടോ? ഈ സ്റ്റെപ്പൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. എവിടെയാ വീട്? എവിടെയാ? കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് തന്നെയാ? അപ്പോൾ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുള്ളവരാണ്. അവരൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കലാമാമാങ്കം അങ്ങനെ 25 വേദികളിലായി തുടരുകയാണ്. ആ ആവേശം ഓരോരുത്തരിലേക്കും എത്തുന്നുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേപോലെ ആഘോഷിക്കുകയാണ്. ആ ഒരു ഉത്സവം തന്നെയാണ് ഇപ്പോൾ അനന്തപുരിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു വേദിയുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഗോത്രകലകളുടെയാണ്. അപ്പോൾ ഇവിടേക്ക് കൂടുതൽ പേർ എത്തുന്നുണ്ട്. അവർക്കൊക്കെ ഈ കലകളെ പരിചയപ്പെടാനും അത് ആസ്വദിക്കുവാനും ഒക്കെയായാണ് അവരെത്തുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി പതാക ഉയർന്നു. അതിനുശേഷം ഉദ്ഘാടനം നടന്നു, നൃത്താവിഷ്കാരം, ഈ സ്വാഗതഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം നടന്നു. അതിനുശേഷം വെള്ളാർമല GHSSലെ വിദ്യാർത്ഥികളുടെ ഒരു സംഘനൃത്തം. പിന്നാലെയാണ് എല്ലാ വേദികളും അങ്ങ് ഉണർന്നത്. സജീവമായി തന്നെ തുടരുകയാണ്. ഇന്ന് വൈകിട്ട് രാത്രിയിലും ഇത് തന്നെയാണ്. എല്ലാ വേദികളിലും ഈ നൃത്തച്ചുവടുകളും ഗാനങ്ങളും അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള കലാമത്സരങ്ങൾ അങ്ങനെ തുടരുകയാണ്. മത്സരങ്ങളെക്കാൾ ഉപരി എല്ലാവരിലേക്കും ഈ ഒരു കലാവാസന എത്തിക്കുക എന്നുള്ളത് കൂടിയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു കുട്ടികളുടെ ഉത്സവം തന്നെയാണ്. ആ ഉത്സവത്തിൻ്റെ ഭാഗമാകുകയാണ്. ആ ഉത്സവപ്പറമ്പായി മാറുകയാണ് അനന്തപുരിയിലെ ഓരോ നഗരവും ഓരോ സ്ഥലങ്ങളും. നമുക്ക് ഇപ്പോൾ ആ ഒരു ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ആ ഒരു വേഷവിധാനത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഈ ഒരുങ്ങി ഇവിടെ കാണാൻ വേണ്ടി നിൽക്കുന്നതും. എന്തായാലും വലിയ ആവേശം തന്നെയാണ്. പങ്കെടുത്തു കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഞങ്ങൾ പങ്കെടുക്കാൻ പോകുന്നേ ഉള്ളൂ. പങ്കെടുക്കാൻ പോകുന്നുള്ളൂ. എങ്ങനെ വലിയ പ്രതീക്ഷ തന്നെ? പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നു? കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നത്. A ഗ്രേഡ് കിട്ടുമെന്ന് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട്. തീർച്ചയായും അധ്യാപകരൊക്കെ ഉണ്ട്. എന്തായാലും കുട്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ പ്രതീക്ഷയുണ്ട് അല്ലേ? നല്ല പ്രതീക്ഷയുണ്ട്, നല്ല കോൺഫിഡൻസ് ഉണ്ട്. പ്രാക്ടീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ കൂടെ നിന്ന് ചെയ്യിപ്പിക്കും? കൂടെ നിന്ന് ചെയ്യിപ്പിക്കും. എങ്ങനെയുണ്ട്? തിരുവനന്തപുരം ആദ്യമായിട്ട് എത്തുകയാണോ കലോത്സവത്തിന്റെ ഭാഗമായി? അല്ല, ആദ്യമായിട്ടല്ല. തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടായിരുന്നു. എങ്ങനെ എന്ത് തോന്നുന്നു ഇവിടെ എത്തിയപ്പോൾ? സന്തോഷം. ഇവിടം വരെ എത്താൻ പറ്റിയതിൽ സന്തോഷം. തീർച്ചയായും ഈ സംസ്ഥാന തലത്ത് വരെ എത്താൻ പറ്റിയതിൽ എല്ലാവർക്കും സന്തോഷമാണ്. ഇവിടെ എത്തുന്നവർക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിച്ചത് അത് തന്നെയാണ്. അവരുടെ ഒരു ആവേശവും ആ ഒരു ആനന്ദവും ഒക്കെ നമുക്കറിയാൻ സാധിച്ചു. എന്തായാലും ഈ കലോത്സവം നൽകുന്നത് വലിയൊരു സന്ദേശവും അതോടൊപ്പം തന്നെ ഒരു ആവേശം കൂടെയാണ്. ഇനിയും എത്രയോ കലാരൂപങ്ങൾ അന്യം നിന്ന് പോയതുണ്ട്. അവയൊക്കെ ഇനിയും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടെയാണ് ഇവിടെയുള്ളവർ. എന്തായാലും ചേട്ടാ, നേരത്തെ എത്തിയോ? രാവിലെ മുതൽ നോക്കുന്നുണ്ടായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നല്ലോ രാവിലെ മുതൽ? രാവിലെ എങ്ങനെയുണ്ട് ഈ കലോത്സവത്തിന്റെ ഭാഗമായപ്പോൾ എന്ത് തോന്നുന്നു? നല്ല പരിപാടി. എല്ലാ നൃത്തവും കണ്ടോ? അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ആ ഒരു ആവേശം ഉണ്ടോ? നല്ല ആവേശമുണ്ട്. എവിടുന്നാ വരുന്നത്? കോഴിക്കോട്. ചേട്ടനോ? ഞാൻ കോഴിക്കോടാണ്. എന്ത് തോന്നുന്നു ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട്? ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കലാരൂപം. ഗംഭീര പരിപാടിയാണ്. കോഴിക്കോട് തന്നെ കൊണ്ടുപോകും. അപ്പോൾ ഗംഭീരമായിട്ട് തന്നെ അവരും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഉണ്ടെന്നാ. ചേട്ടാ, എവിടുന്നാ? ഞാൻ കണ്ണൂർ. എങ്ങനെയുണ്ട് കലോത്സവം? അടിച്ചു പൊളിക്കാം? ഓ, പിന്നെ എൻ്റെ ടീമുണ്ട് ഇവിടെ. ഹയർ സെക്കൻഡറി. എങ്ങനെയാ? സ്കൂളിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് വന്നോ? ഏത് സ്കൂളിൽ നിന്നാ? സ്കൂളല്ലേ, കാണാവുന്നതാ. എങ്ങനെ കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? ഇത് ഞങ്ങളുടെ നാട്ടിലെ പരിപാടി, അതുകൊണ്ട് സന്തോഷം. ആദ്യമായിട്ട് കാസർഗോഡ്. ഇന്ന് അരങ്ങിലേക്ക് ആദ്യമായിട്ട് എത്തുകയാണ്. അല്ലേ ഈ ഒരു കലാരൂപം? അതിന്റെ സന്തോഷമുണ്ട്. ഗോത്രകലകള് കേരളത്തിന്റെ നാനാവിധങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തുമ്പോൾ നമ്മുടെ കലകൾ കൂടി ഉൾപ്പെടുത്തുന്ന സന്തോഷമുണ്ട്. എന്തായാലും സന്തോഷം തന്നെയാണ് എല്ലാവർക്കും. ആദ്യ ദിനം, അതായത് കലോത്സവം ഈ ഒരു ജില്ലയിൽ അനന്തപുരിയുടെ നഗരത്തിൽ അങ്ങനെ ആ ഒരു തുടിപ്പോടുകൂടി ആരംഭിച്ചപ്പോൾ അതെല്ലാവർക്കും സന്തോഷം, ആഘോഷം. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു പഴയ കാലഘട്ടം കൂടെ തന്നെയാണ്. പണ്ട് പഠിക്കുമ്പോഴൊക്കെ ഈ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു ആവേശം, അത് ഇപ്പോഴും ഈ ഒരു വേദിക്കരികിലേക്ക് എത്തുമ്പോഴും ഈ നഗരിയിലേക്ക് എത്തുമ്പോഴും നമുക്ക് അത് തന്നെയാണ്. തീർച്ചയായും മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആ ഗോത്ര കലാ വിഭാഗത്തിൻ്റെ മത്സരം ചടുലതയോടുകൂടി തന്നെ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഇനി വരും മണിക്കൂറുകളിൽ സ്റ്റേജിൽ അവതരിപ്പിച്ച് കഴിഞ്ഞത് നമ്മളുമായിട്ടൊക്കെ പങ്കുവയ്ക്കാൻ അവർ തയ്യാറാകും. കാരണം മനോഹരമായ നാടൻ പാട്ടുകളാണ്, അതിനോടൊപ്പമുള്ള നൃത്തച്ചുവടുകളാണ്. ഇതൊക്കെ നമുക്ക് പകർത്താൻ കഴിയുമെന്ന് തന്നെ കരുതാം.